ഒത്തുതീർപ്പിന് വഴങ്ങാൻ തയ്യാറാകാത്ത ഉദ്യോഗസ്ഥരെ മറ്റ് രീതികളിൽ തേജോവധം ചെയ്യാനും ഒതുക്കാനും മാഫിയകൾ ശ്രമിക്കും. വ്യാജ പരാതികൾ പല കോണുകളിൽ നിന്നും നൽകി അന്വേഷണ കുരുക്കിൽപ്പെടുത്തി സർവീസ് ജീവിതം താറുമാറാക്കും. 5 നേരം നിസ്കരിക്കുന്ന വിശ്വാസിയായ അൻവർ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഹിന്ദുത്വ മുഖം വൈകിയാണത്രേ തിരിച്ചറിഞ്ഞത്. CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി കടുത്ത RSSകാരനാണെന്നാണ് ഏറ്റവും പുതിയ കണ്ടെത്തൽ. സ്വതന്ത്ര ചിന്താഗതിക്കാരായ മതേതരരായ മുസ്ലിങ്ങളെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞ് ഒറ്റിക്കൊടുത്ത് പെൺകുഞ്ഞുങ്ങളെ വേദിയിൽ നിന്ന് ആട്ടിപ്പായിക്കുന്ന, പെണ്ണിന് മുഖം വേണ്ടെന്ന് ശഠിക്കുന്ന തനി പ്രാകൃതരായ സമസ്ത താടി കിഴവന്മാരുടെ മുട്ടിലെഴിഞ്ഞ അതേ മാർക്സിസ്റ്റ് പാർട്ടിക്കാണ് PV അൻവർ ഇപ്പോൾ ന്യൂനപക്ഷ വിരുദ്ധ ചാപ്പ അടിച്ചു നൽകിയിരിക്കുന്നത്. സംഘപരിവാർ ഭരണത്തിൽ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ അന്യവൽക്കരണം നേരിടുന്നതിനെപ്പറ്റി എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞത് അതിനേക്കാൾ വലിയ ഒറ്റപ്പെടലും ബഹിഷ്കരണവും നേരിടുന്നത് മുസ്ലിം സമുദായത്തിലെ പുരോഗമന വിഭാഗക്കാരാണെന്നായിരുന്നു. മതം വിട്ട മുസ്ലിമിന്റെ കടയിൽ കയറി ആരും സാധനം വാങ്ങില്ല, സാമ്പത്തികമായും സാമൂഹികമായും ഒറ്റപ്പെടുത്തും. മതം വിട്ട ഭർത്താവിൽ നിന്ന് വിവാഹമോചനം നേടാൻ ഭാര്യ വീട്ടുകാരെ പ്രേരിപ്പിക്കും. ഇവിടെ മാത്രമാണ് ഇത്തരം കോപ്രായങ്ങൾ നടക്കുന്നത്. സംഘപരിവാർ രാഷ്ട്രീയത്തെ പല്ലും നഖവും ഉപയോഗിച്ച് മാർക്സിസ്റ്റ് പാർട്ടി എതിർക്കണം. പക്ഷേ അത് ഇസ്ലാമിസ്റ്റുകളുടെ മടിയിൽ കിടന്നാവരുത്. വൃശ്ചിക പൂനിലാവിനേക്കാൾ വെണ്മയുള്ള പാലൊളി മുഹമ്മദ് കുട്ടിക്ക് പകരക്കാരനാക്കാൻ തപ്പിയെടുത്തു കൊണ്ടുവന്ന കുബേര കുലീന ഐറ്റംസ് എല്ലാം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഖബറടക്കം നടത്താനുള്ള ശ്രമത്തിലാണ്. അൻവറിന്റെ പാതയിൽ തന്നെയാണ് മറ്റു അൻവറിന്റെ പ്രശ്നം അവലോകനം ചെയ്യുന്നതിന് മുൻപ് മറ്റ് 13 ജില്ലകളിലെ പോലീസിനേക്കാൾ എന്തെങ്കിലും പ്രത്യേക കുഴപ്പം മലപ്പുറം പോലീസിനുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കസ്റ്റംസുകാരുടെ കണ്ണ് വെട്ടിച്ച് കഷ്ടപ്പെട്ട് എയർപോർട്ടിന് പുറത്തെത്തിക്കുന്ന കള്ളക്കടത്ത് സ്വർണം പോലീസ് പിടികൂടുന്നു. സ്വർണം പൊട്ടിക്കൽ സംരംഭകരെ വേട്ടയാടുന്ന പോലീസിന്റെ അതിക്രമം എല്ലാ പരിധികളും ഭേദിക്കുന്നു. അൻവറിന്റെ സർക്കാരിനെയും CPMനെയും നന്നാക്കൽ പത്രസമ്മേളനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണെന്ന് വ്യക്തമാകും. കരിപ്പൂർ വിമാനത്താവളത്തിലാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്ത് നടക്കുന്നത്. മുമ്പ് കസ്റ്റംസിൽ ജോലി ചെയ്തിട്ടുള്ള സുജിത് ദാസ് മലപ്പുറം SP ആയി വന്നതിന് ശേഷമാണ് സ്വർണം പൊട്ടിക്കലുകാരെ അറസ്റ്റ് ചെയ്ത് വൻതോതിൽ സ്വർണം പിടിച്ചെടുത്തു തുടങ്ങിയത്. കള്ളക്കടത്തുകാരുമായി ഉറ്റ ചങ്ങാത്തം പുലർത്തുന്ന, അവരിൽ നിന്ന് വിഹിതം പറ്റുന്ന പോലീസ് ഓഫീസർമാരുണ്ട്. എന്നാൽ ആർജവമുള്ള, സത്യസന്ധരായ, നിഷ്പക്ഷരായ നിരവധി ഉദ്യോഗസ്ഥർ പോലീസിന്റെ എല്ലാ നിരകളിലുമുണ്ട്. അവരുടെ ആത്മാർത്ഥതയും കഠിനാധ്വാനവുമാണ് കേരള പോലീസിനെ ഇന്ത്യയിലെ നമ്പർ 1 ഫോഴ്സാക്കി നിലനിർത്തുന്നത്. ഒത്തുതീർപ്പിന് വഴങ്ങാൻ തയ്യാറാകാത്ത ഉദ്യോഗസ്ഥരെ മറ്റ് രീതികളിൽ തേജോവധം ചെയ്യാനും ഒതുക്കാനും മാഫിയകൾ ശ്രമിക്കും. വ്യാജ പരാതികൾ പല കോണുകളിൽ നിന്നും നൽകി അന്വേഷണ കുരുക്കിൽപ്പെടുത്തി സർവീസ് ജീവിതം താറുമാറാക്കും. 5 നേരം നിസ്കരിക്കുന്ന വിശ്വാസിയായ അൻവർ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഹിന്ദുത്വ മുഖം വൈകിയാണത്രേ തിരിച്ചറിഞ്ഞത്. CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി കടുത്ത RSSകാരനാണെന്നാണ് ഏറ്റവും പുതിയ കണ്ടെത്തൽ. ഇതൊക്കെ മാർക്സിസ്റ്റ് പാർട്ടി തീർച്ചയായും അർഹിക്കുന്നുണ്ട്. KN കുഞ്ഞഹമ്മദ് തയ്യാറാക്കിയ ബ്ലൂ പ്രിന്റിന്റെ അടിസ്ഥാനത്തിൽ മലബാറിലെ മതസ്വത്വവാദികളായ കുലീന ധനാഢ്യരെ ചാക്കിട്ട് പിടിച്ച് അവരുടെ അജണ്ടയെ താലോലിച്ചും പ്രോത്സാഹിപ്പിച്ചും മുസ്ലിം വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറാനുള്ള പാർട്ടിയുടെ അടവു നയത്തിനേറ്റ അതിശക്തമായ തിരിച്ചടിയാണ് നിലമ്പൂർ വിസ്ഫോടനം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ യുക്തിവാദികളുള്ള ജില്ല മലപ്പുറമാണ്.
മതം ഉപേക്ഷിക്കുന്ന മുസ്ലിം സമുദായക്കാരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുന്നു. എന്നാൽ സ്വതന്ത്ര ചിന്താഗതിക്കാരായ മതേതരരായ മുസ്ലിങ്ങളെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞ് ഒറ്റിക്കൊടുത്ത് പെൺകുഞ്ഞുങ്ങളെ വേദിയിൽ നിന്ന് ആട്ടിപ്പായിക്കുന്ന, പെണ്ണിന് മുഖം വേണ്ടെന്ന് ശഠിക്കുന്ന തനി പ്രാകൃതരായ സമസ്ത താടി കിഴവന്മാരുടെ മുട്ടിലെറിഞ്ഞ അതേ മാർക്സിസ്റ്റ് പാർട്ടിക്കാണ് PV അൻവർ ഇപ്പോൾ ന്യൂനപക്ഷ വിരുദ്ധ ചാപ്പ അടിച്ചു നൽകിയിരിക്കുന്നത്. ഒരു കണക്കിന് പാർട്ടിയുടെ കാര്യം കഷ്ടമാണ്. സെക്കുലർ ഹിന്ദുക്കളുടെ പുരോഗമന ചിന്തയുടെ ബലത്തിൽ കേരളത്തിലെ ഏറ്റവും ശക്തമായ പ്രസ്ഥാനമായി വളർന്ന CPM ഇസ്ലാമിസ്റ്റുകളെ വശീകരിക്കാൻ കോമാളി വേഷം കെട്ടി അസ്തിത്വ പ്രതിസന്ധി നേരിടുന്നു. കേരളത്തിൽ ഏറ്റവും അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നത് പുരോഗമന മുസ്ലിങ്ങളാണ്. അവർ സാമൂഹികമായി സാമ്പത്തികമായി ബഹിഷ്കരിക്കപ്പെടുന്നു, ഒറ്റപ്പെടുത്തപ്പെടുന്നു. ജബ്ബാർ മാഷ് ഒറ്റയ്ക്ക് മുസ്ലിം സമുദായത്തിൽ നടത്തിയ നവോത്ഥാന ദീപശിഖ പ്രയാണത്തെയും BM സുഹറയെ പോലെയുള്ള വനിതാ പോരാളികളെയും തകർക്കാൻ നടക്കുന്ന താലിബാനികൾക്ക് പിന്തുണ നൽകിയ മാർക്സിസ്റ്റ് പാർട്ടി സ്വയം കുഴിച്ച കിടങ്ങിൽ നിബന്ധിച്ചിരിക്കുന്നു. മാതൃഭൂമി ആഴ്ച പതിപ്പിന്റെ വിഷു കഥാമത്സരത്തിൽ ഒന്നാം സമ്മാനം ലഭിച്ചത് കണ്ണൂരുകാരിയായ ഒരു മുസ്ലിം പെൺകുട്ടിക്കാണ്. സമ്മാനാർഹമായ കഥയ്ക്കൊപ്പം ആ പെൺകുട്ടിയുമായുള്ള അഭിമുഖവും ആഴ്ച പതിപ്പിൽ വന്നിരുന്നു. സംഘപരിവാർ ഭരണത്തിൽ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ അന്യവൽക്കരണം നേരിടുന്നതിനെപ്പറ്റി എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞത് അതിനേക്കാൾ വലിയ ഒറ്റപ്പെടലും ബഹിഷ്കരണവും നേരിടുന്നത് മുസ്ലിം സമുദായത്തിലെ പുരോഗമന വിഭാഗക്കാരാണെന്നായിരുന്നു. മതം വിട്ട മുസ്ലിമിന്റെ കടയിൽ കയറി ആരും സാധനം വാങ്ങില്ല, സാമ്പത്തികമായും സാമൂഹികമായും ഒറ്റപ്പെടുത്തും. മതം വിട്ട ഭർത്താവിൽ നിന്ന് വിവാഹമോചനം നേടാൻ ഭാര്യ വീട്ടുകാരെ പ്രേരിപ്പിക്കും. ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് യുക്തിവാദികളായ മുസ്ലിം സുഹൃത്തുക്കൾ തന്നെയാണ്. അവരൊക്കെ നേരിട്ടത് കേട്ടാൽ ഞെട്ടിപ്പോകും. ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതല്ലേ യഥാർത്ഥ പുരോഗമന പ്രവർത്തനം? സുഹർ ടീച്ചറിനെതിരെ മതജീവികൾ ആഞ്ഞടിച്ചപ്പോൾ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നീണ്ട നിദ്രയിലായിരുന്നു. പശുവിന്റെ പേരിൽ മനുഷ്യരെ തല്ലിക്കൊല്ലുന്നത് സംഘപരിവാർ ശക്തി പ്രാപിച്ചതിന് ശേഷമാണ് തുടങ്ങിയത്. ഗോവധ നിരോധനം പിൻവലിക്കുക തന്നെ വേണം. ഉത്തരേന്ത്യയിൽ റോഡിൽ കൂടെ സഞ്ചരിക്കാനാവാത്ത വിധം പശുക്കളെ അഴിച്ചുവിട്ടിരിക്കുകയാണ്. കറവ പറ്റിയ പശുക്കളെ തെരുവിൽ ഉപേക്ഷിക്കുന്നു. ഇതുങ്ങളെ വല്ല മുസ്ലിങ്ങളും ഓടിക്കുന്ന വണ്ടി മുട്ടിയാൽ ഡ്രൈവറുടെ ജീവൻ വരെ നഷ്ടമായിരിക്കും. ലോകത്ത് ഒരു പരിഷ്കൃത ജനാധിപത്യ രാജ്യത്തും ബീഫ് നിരോധനമില്ല. ഇവിടെ മാത്രമാണ് ഇത്തരം കോപ്രായങ്ങൾ നടക്കുന്നത്. സംഘപരിവാർ രാഷ്ട്രീയത്തെ പല്ലും നഖവും ഉപയോഗിച്ച് മാർക്സിസ്റ്റ് പാർട്ടി എതിർക്കണം. പക്ഷേ അത് ഇസ്ലാമിസ്റ്റുകളുടെ മടിയിൽ കിടന്നാവരുത്. വൃശ്ചിക പൂനിലാവിനേക്കാൾ വെണ്മയുള്ള പാലൊളി മുഹമ്മദ് കുട്ടിക്ക് പകരക്കാരനാക്കാൻ തപ്പിയെടുത്തു കൊണ്ടുവന്ന കുബേര കുലീന ഐറ്റംസ് എല്ലാം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഖബറടക്കം നടത്താനുള്ള ശ്രമത്തിലാണ്. അൻവറിന്റെ പാതയിൽ തന്നെയാണ് മറ്റു ചിലരും. കാരിയർമാരായ മുസ്ലിം സ്ത്രീകളെ സംഘി പോലീസ് ക്രൂരമായ രതിവൈകൃതങ്ങൾക്കിരയാക്കി. CPMന് ഇത് പ്രശ്നമുണ്ടോ? വെള്ളയടിക്കൽ ടീമിന്റെ $1 മില്യൺ ചോദ്യങ്ങളിൽ ഒന്നാണിത്. സ്വർണ്ണക്കടത്ത് പിടിക്കാൻ കസ്റ്റംസ് ഉണ്ട്. എയർപോർട്ടിന് പുറത്ത് വന്നാൽ പോലീസ് പിടിക്കും. കുഴൽപ്പണക്കാരെ എൻഫോഴ്സ്മെന്റ് പൊക്കും. പിന്നെ കള്ളക്കടത്തുകാരെ പിടിക്കുന്നതിനെപ്പറ്റി ജുഡീഷ്യൽ അന്വേഷണം വേണം പോലും. അതായത് സ്വർണ്ണക്കടത്തുകാരെ പിടിക്കാൻ ഇറങ്ങുന്നവരെ പേടിപ്പിച്ച് പിന്തിരിപ്പിക്കാൻ ഒരു ജുഡീഷ്യൽ അന്വേഷണം. കൊള്ളാം. മുസ്ലിം സ്ത്രീകൾ വേദിയിൽ കയറാൻ പാടില്ല, പ്രസംഗിക്കാൻ പാടില്ല, ഡാൻസ് ചെയ്യാൻ പാടില്ല, മുടിയും ചെവിയും പുറത്തു കാട്ടാൻ പാടില്ല. പക്ഷെ അവരെ കാരിയറായി ഉപയോഗിക്കാം. മതമൗലികവാദികൾക്ക് ഇക്കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല. രഹസ്യ ഭാഗങ്ങളെ ഒളിപ്പിച്ചു കൊണ്ടുവരുന്ന സ്വർണം കസ്റ്റംസ് പിടിക്കാതെ സ്ത്രീത്വത്തെ ആദരിക്കണമെന്നാണോ? മുസ്ലിം സ്ത്രീയല്ല, ഫെമിനിസ്റ്റ് കാരിയർ ആയാലും രഹസ്യ ഇടങ്ങളിൽ ഒളിപ്പിച്ച് സ്വർണം കടത്താൻ നോക്കിയാൽ പരിശോധിക്കും. കുറ്റവാളികളെ സംരക്ഷിക്കാനും വെളുപ്പിക്കാനുമുള്ള ഒരു പ്രത്യേക തരം ഇരവാദമാണ് ഈ കെട്ടിയിറക്കിയിരിക്കുന്നത്. പുരോഗമന മുസ്ലിങ്ങളെ പൂർണ്ണമായും മാർക്സിസ്റ്റ് പാർട്ടി കൈയിടുകയും സമസ്തയിലെ കടൽ കിഴവന്മാരെ പ്രീണിപ്പിക്കാൻ ജനറൽ ന്യൂട്രൽ യൂണിഫോം വരെ ഉപേക്ഷിക്കുകയും ചെയ്ത മാർക്സിസ്റ്റ് പാർട്ടി ഇത്തരം $1 മില്യൺ ചോദ്യങ്ങളൊക്കെ അർഹിക്കുന്നു. അരക്ഷിതരായി അശരണരായി മാറിയ പല എക്സ് മുസ്ലിംസും
BJPയോട് അനുഭാവം പ്രകടിപ്പിച്ച് തുടങ്ങിയത് ഇങ്ങനൊക്കെ തന്നെയാണ്. സ്വർണ്ണക്കടത്ത് മയക്കുമരുന്ന് കടത്ത് പോലെ ഒരു തെറ്റല്ലെന്നും അത് നികുതി വെട്ടിപ്പ് മാത്രമാണെന്നും കാരിയേഴ്സ് പഞ്ചപാവങ്ങളാണെന്നും പരസ്യമായി ആരെങ്കിലും പറഞ്ഞാൽ അവർ ആരുടെ പക്ഷത്താണെന്നാണ് കോമൺ സെൻസ് ഉള്ളവർ മനസ്സിലാക്കേണ്ടത്. പോലീസിൽ അഴിമതിക്കാരുണ്ട്, സ്വർണ്ണക്കടത്തുകാരുടെ കൂട്ടാളികളുണ്ട്. അത് മലപ്പുറത്ത് മാത്രമല്ല, എല്ലാ ജില്ലകളിലുമുണ്ട്. കള്ളക്കടത്തുകാർക്ക് വഴങ്ങാത്ത ഉദ്യോഗസ്ഥരെയാണ് മാഫിയയും അവരെ പിന്തുണയ്ക്കുന്നവരും ലക്ഷ്യം വെക്കുന്നത്. കള്ളക്കടത്തിലൂടെ എത്തുന്ന സ്വർണത്തിന്റെ വിഹിതം ഭീകരപ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ടിനൊന്നും പണത്തിന് ഒരു കുറവുമില്ലായിരുന്നു. ഓരോ കള്ളക്കടത്ത് ഗ്രൂപ്പിനും സ്വന്തമായി കൊട്ടേഷൻ സംഘങ്ങളുണ്ട്. ഒറ്റയെന്ന് സംശയം തോന്നുന്നവരെ തട്ടിക്കൊണ്ടുപോകുന്നു, കൊലപ്പെടുത്തുന്നു. ഇതൊരു മാഫിയ നെറ്റ്വർക്കാണ്. കാരിയേഴ്സിൽ മഹാഭൂരിപക്ഷവും ഈ നെറ്റ്വർക്കിന്റെ ഭാഗമാണ്. അപൂർവം ചില നിരപരാധികളും ഇവരുടെ വലയിൽ കുടുങ്ങിയിട്ടുണ്ട്. എന്തായാലും ശരീഅത്തിനായി വാദിക്കുന്ന, മുത്തലാഖിനായി ശബ്ദമുയർത്തുന്ന, ഏകീകൃത സിവിൽ കോഡിനെ എതിർക്കുന്ന, ബുർഖയുടെ വക്താക്കളാകുന്ന നയം തിരുത്തിയില്ലെങ്കിൽ അവസാനത്തെ തുരുത്തിൽ നിന്നും പാർട്ടി തുടച്ചു നീക്കപ്പെടും. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയെ ഒരേപോലെ എതിർത്ത് സ്ത്രീപക്ഷ പുരോഗമന നയങ്ങൾ രാഷ്ട്രീയ അജണ്ടയാക്കിയാൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇനിയും തിരിച്ചു വരാനാകും. അതേസമയം കയ്യും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടും ഭീഷണി രാഷ്ട്രീയം ഇനിയുള്ള കാലം ഗതി പിടിക്കാൻ പോകുന്നില്ല. പുരോഗമന ഹിന്ദു മുസ്ലിം ക്രൈസ്തവ ധാരയെ ചേർത്ത് പിടിക്കുന്ന ഒരു നവരാഷ്ട്രീയം മുന്നോട്ട് വെച്ചില്ലെങ്കിൽ അധികം താമസിയാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാട് പിടിച്ച ഒരു സ്മാരക ശിലയായി മാറും. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ.